പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടതിനു ശേഷം ഇറാൻ ഭരണത്തിൽ സുപ്രധാന പങ്കുവഹിച്ച പരമോന്നത സുരക്ഷാ കൗൺസിൽ മേധാവി അലി ലാരിജാനിയെ വധിച്ചതിന് പ്രതികാരം ചെയ്യുമെന്ന് വ്യക്തമാക്കി IRGC. ഇസ്രയേൽ കഴിഞ്ഞ ദിവസം പുലർച്ചെ നടത്തിയ ആക്രമണത്തിലാണ് അലി ലാരിജാനി കൊല്ലപ്പെട്ടത്. ഇസ്രയേലിലെ ടെല്ലവീവിൽ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ടെന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തുവരുന്നുണ്ട്. ഇസ്രയേലിൽ വിവിധയിടങ്ങളിൽ മിസൈൽ പതിച്ചും അവശിഷ്ടങ്ങൾ പതിച്ചും നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. ടെല്ലവീവിന് തൊട്ടടുത്തുള്ള ബെനിബ്രാക് നഗരത്തിലും മിസൈൽ ചീളുകൾ പതിച്ചു. ഇവിടെ ഒരാൾക്ക് നിസ്സാര പരിക്കേറ്റതായും റിപ്പോർട്ടിൽ പറയുന്നു. തുടർച്ചയായ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ജനങ്ങൾ ജാഗ്രതാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് ഇസ്രയേലിന്റെ ഹോം ഫ്രണ്ട് കമാൻഡ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ നിർദ്ദേശങ്ങൾ ജീവൻ രക്ഷിക്കാൻ സഹായിച്ചിട്ടുണ്ടെന്നും മുന്നറിയിപ്പുകൾ ലഭിക്കുമ്പോൾ അതിനനുസരിച്ച് പ്രവർത്തിക്കണമെന്നും അധികൃതർ അഭ്യർത്ഥിച്ചു. ആക്രമണമുണ്ടായ സ്ഥലങ്ങളിലേക്ക് ഹോം ഫ്രണ്ട് കമാൻഡിന്റെ റെഗുലർ റിസർവ് വിഭാഗങ്ങളിലെ രക്ഷാപ്രവർത്തകരെ അയച്ചിട്ടുണ്ട്. അവർ ജനങ്ങൾക്ക് സഹായം നൽകി വരുന്നു. ജനങ്ങൾ ജാഗ്രതാ നിർദ്ദേശങ്ങൾ തുടർന്നും പാലിക്കണമെന്ന് ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് എക്സിൽ കുറിച്ചു. ലാരിജാനിയെ കൂടാതെ ഇറാന്റെ ബാസിജ് സേനയുടെ മേധാവി ഗുലാം റസ സുലൈമാനിയെയും കഴിഞ്ഞ ദിവസം ഇസ്രയേൽ വധിച്ചിരുന്നു. യുദ്ധത്തിന്റെ ആദ്യ ദിനമായ ഫെബ്രുവരി 28-നാണ് ആയത്തുള്ള അലി ഖമനേയി ഇസ്രയേലും US-ഉം ചേർന്ന് വധിച്ചത്. അതിനു പിന്നാലെയാണ് ലാരിജാനി ഇറാന്റെ ചുക്കാൻ ഏറ്റെടുക്കുന്നത്. US-ഉം ഇസ്രയേലും നടത്തിയ വ്യോമാക്രമണം വകവെക്കാതെ ടെഹ്റാനിൽ വെള്ളിയാഴ്ച നടന്ന റാലിയിൽ അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്തു. പാർലമെന്റ് സ്പീക്കറായ മുതിർന്ന നയ ഉപദേഷ്ടാവായും പ്രവർത്തിച്ച ശേഷമാണ് ലാരിജാനി പരമോന്നത സുരക്ഷാ കൗൺസിലിനെ നയിക്കാനായി എത്തിയത്. ട്രംപ് സർക്കാരുമായുള്ള ആണവ ചർച്ചയിൽ ഇറാന്റെ പ്രതിനിധിയും ഖമനേയിയുടെ ഉപദേഷ്ടാവുമായിരുന്നു അദ്ദേഹം. ഭരണകൂട വിരുദ്ധ പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്താൻ ഇറാൻ ഉപയോഗിക്കുന്ന സായുധ വിഭാഗമാണ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോറിന് കീഴിലുള്ള ബാസിജ് സേന. 2026 ജനുവരിയിലുണ്ടായ പ്രക്ഷോഭത്തെ ബാസിജ് ക്രൂരമായി നേരിട്ടത് സുലൈമാനിക്ക് കീഴിലാണെന്നാണ് ഇസ്രയേലിന്റെ ആരോപണം. വിയോജിപ്പുകൾ അടിച്ചമർത്തുന്നതിലെ പങ്ക് ചൂണ്ടിക്കാട്ടി US-ഉം യൂറോപ്യൻ യൂണിയനും ഇദ്ദേഹത്തിന് ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. US-ഉം ഇസ്രയേലും ചേർന്ന് നടത്തുന്ന കൊലപാതകങ്ങൾ കൊണ്ട് ഇറാന്റെ ശക്തമായ രാഷ്ട്രീയ ഘടനയെ തകർക്കാനാകില്ല എന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി പ്രതികരിച്ചത്. US-ഉം ഇസ്രയേലും കരുതിയതുപോലെ അലി ലാരിജാനിയുടെ രക്തസാക്ഷിത്വം ഇറാൻ നേതൃത്വത്തിന് മാരകമായ പ്രഹരമേൽപ്പിക്കില്ല എന്നും വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി. ലാരിജാനിയുടെ കൊലപാതകം ഇറാൻ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചതിന് പിന്നാലെ അൽ ജസീറയ്ക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അരാഗ്ചി. ഇറാൻ സർക്കാർ ഏതെങ്കിലും ഒരു വ്യക്തിയെ മാത്രം ആശ്രയിച്ചല്ല നിലനിൽക്കുന്നതെന്ന യാഥാർത്ഥ്യം അമേരിക്കയും ഇസ്രയേലും ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു. അമേരിക്കക്കാരും ഇസ്രയേലികളും ഇപ്പോഴും ഈ കാര്യം മനസ്സിലാക്കാത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാന് ശക്തമായ ഒരു രാഷ്ട്രീയ ഘടനയും സുസ്ഥിരമായ രാഷ്ട്രീയ സാമ്പത്തിക സാമൂഹിക സ്ഥാപനങ്ങളുമുണ്ട്. ഒരൊറ്റ വ്യക്തിയുടെ സാന്നിധ്യമോ അഭാവമോ ഈ ഭരണഘടനയെ ബാധിക്കില്ല എന്നാണ് അരാഗ്ചി പറഞ്ഞത്. ഓരോ വ്യക്തിക്കും അവരവരുടെ പങ്ക് നിർവഹിക്കാനുണ്ടെങ്കിലും ചിലർ അത് മികച്ച രീതിയിലും ചിലർ കുറഞ്ഞ രീതിയിലുമായിരിക്കാം ചെയ്യുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇറാനിലെ രാഷ്ട്രീയ വ്യവസ്ഥ വളരെ ഉറപ്പുള്ള ഒരു ഘടനയാണെന്നതാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. വലിയൊരു ദേശീയ നഷ്ടമുണ്ടായിട്ടും രാജ്യത്തിന്റെ സംവിധാനങ്ങൾ തടസ്സമില്ലാതെ മുന്നോട്ട് പോയെന്ന് അദ്ദേഹം അഭിമുഖത്തിൽ ചൂണ്ടിക്കാട്ടി. നമുക്ക് അദ്ദേഹത്തെക്കാൾ പ്രധാനപ്പെട്ടതായി ആരുമില്ല. അദ്ദേഹം പോലും രക്തസാക്ഷിയായി. ആയത്തുള്ള അലി ഖമനേയെ ഉദ്ധരിച്ചുകൊണ്ട് അരാഗ്ചി ഇങ്ങനെയാണ് പറഞ്ഞത്. എന്നിട്ടും സിസ്റ്റം അതിന്റെ പ്രവർത്തനം തുടരുകയും ഉടൻ തന്നെ ഒരു പകരക്കാരനെ നൽകുകയും ചെയ്തു. മറ്റാരെങ്കിലും രക്തസാക്ഷിത്വം വരിച്ചാലും അത് അങ്ങനെ തന്നെയായിരിക്കുമെന്നും വിദേശകാര്യമന്ത്രി രക്തസാക്ഷിത്വം വരിച്ചാൽ ആ സ്ഥാനം ഏറ്റെടുക്കാൻ മറ്റൊരാൾ അവിടെ ഉണ്ടാകുമെന്നും അരാഗ്ചി കൂട്ടിച്ചേർത്തു. ഗൾഫ് മേഖലയിലും അതിനപ്പുറത്തേക്കും വളരുന്ന ഈ സംഘർഷങ്ങൾ ഇറാൻ തിരഞ്ഞെടുത്തതല്ല എന്നും അതിന് ആത്യന്തികമായി അമേരിക്കയാണ് ഉത്തരവാദിയെന്നും അഭിമുഖത്തിൽ അരാഗ്ചി ആവർത്തിക്കുന്നുണ്ട്. ഞാൻ ആവർത്തിക്കുന്നു, ഈ യുദ്ധം ഞങ്ങളുടെ യുദ്ധമല്ല. ഞങ്ങളല്ല ഇത് ആരംഭിച്ചത്. അമേരിക്കയാണ് ഇത് തുടങ്ങിയത്. ഇറാനായാലും മേഖലയായാലും മുഴുവൻ ലോകത്തിനായാലും ഈ യുദ്ധത്തിന്റെ എല്ലാ മാനുഷികവും സാമ്പത്തികവുമായ അനന്തരഫലങ്ങൾക്ക് ഉത്തരവാദി അമേരിക്കയാണ്. അമേരിക്ക ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്നും അരാഗ്ചി വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.